ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ 10 വെറൈറ്റി ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു പീസ് മാങ്ങയിഞ്ചി, കുറച്ച് പുതിന, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ചെറുനാരങ്ങയുടെ നീര്, 2-3 ഏലക്ക. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് പുതിനയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് മാങ്ങയിഞ്ചിയും അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും 2-3 ഏലക്കായും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പുതിന ഇല ചേർക്കുന്നത് കൊണ്ട് ഇതിന് നല്ല ഗ്രീൻ കളറായിരിക്കും. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ മാങ്ങയിഞ്ചി ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഇതുപോലുള്ള ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ജാതിക്കക്കുരുവിൻ്റെ ചെറിയൊരു പീസ്, വളരെ കുറച്ച് മതി, അതുപോലെ ഒരു നെല്ലിക്ക, ഒരു ചെറുനാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പോർഷൻ ജാതിക്കയുടെ കുരുവും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, കുരു കളഞ്ഞ ഒരു നെല്ലിക്കയും, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജാതിക്കയുടെ പോർഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ചെറിയ പോർഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നതാണ്. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് മുതൽ 2 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ജ്യൂസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് തേങ്ങ ചിരവിയത്, 3 ഏലക്ക, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 അണ്ടിപ്പരിപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 3 അണ്ടിപ്പരിപ്പും, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, 3 ഏലക്കായും, ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം മുതൽ 2 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൂന്നാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: അനാറിൻ്റെ ചെറിയൊരു പോർഷന്, വളരെ കുറച്ച് മതി. ഇതിന് മാതളം നാരങ്ങ, അതുപോലെ പൊമഗ്രനേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഏലക്ക, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1/4 കപ്പ് അനാറും, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, 3 ഏലക്കായും, ഒരു ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം മുതൽ 2 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നാലാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ജ്യൂസ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. തുളസിയില, പനിക്കൂർക്കയില, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 ഏലക്ക. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തുളസിയിലയും, ഒരു പനിക്കൂർക്കയിലയും, 3 ഏലക്കായും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു ചെറുനാരങ്ങയുടെ നീരും
3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പനിക്കൂർക്കയില അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇതിന് ഒരു കയ്പ്പ് രസം വരുന്നതാണ്. അതുപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ 5ാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 6ാമത്തെ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചെറുനാരങ്ങയുടെ നീര്, 2 ചെറിയ പീസ് പൈനാപ്പിൾ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ പീസ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങയുടെ നീരെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ കുരുവുണ്ടാകാൻ പാടില്ല. കുരുവുണ്ടായാൽ അതിനൊരു കയ്പ്പ് രസം വരുന്നതാണ്. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം അരിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ 6ാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 7ാമത്തെ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ പീസ് തണ്ണിമത്തൻ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ചെറുനാരങ്ങയുടെ നീര്, 3 ഏലക്ക, കുറച്ച് പുതിന, 1 ചെറിയ പീസ് ഇഞ്ചി. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തണ്ണിമത്തൻ അതിൻ്റെ കറുത്ത കുരുകളെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കിയതും, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, 1 ചെറിയ പീസ് ഇഞ്ചിയും, 3 ഏലക്കായും, കുറച്ച് പുതിനയും, 1 നാരങ്ങയുടെ നീരും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ 7ാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 8ാമത്തെ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ പീസ് കക്കിരി, 3 ഏലക്ക, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ചെറുനാരങ്ങയുടെ നീര്, 1 ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് പുതിന. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കക്കിരി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും, കുറച്ച് പുതിനയും, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, 1 ചെറിയ പീസ് ഇഞ്ചിയും, 1 ചെറുനാരങ്ങയുടെ നീരും, 3 ഏലക്കായും, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അരിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ 8ാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 9ാമത്തെ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് പുതിന, 1/2 ടീസ്പൂൺ കോഫി പൗഡർ, 3 ഏലക്ക, കുറച്ച് വാളംപുളി, 1 ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി കുറച്ച് വെള്ളത്തിൽ ആദ്യം തന്നെ പുളി എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കുതിർത്തിയിടാം. ശേഷം ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളവും കുതിർത്തി വെച്ച പുളിയും കൂടി ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, കുറച്ച് പുതിനയും, 3 ഏലക്കായും, 1 ചെറുനാരങ്ങയുടെ നീരും ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം അരിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ 9ാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 10ാമത്തെ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കുരുവില്ലാത്ത കറുത്ത മുന്തിരി 1/2 കപ്പ്, 1 ചെറിയ പീസ് ഇഞ്ചി, 3 ഏലക്ക, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ചെറുനാരങ്ങയുടെ നീര്.
ഇനി ഇത് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും 1/2 കപ്പ് മുന്തിരിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം തിളച്ച് മുന്തിരിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ജ്യൂസ് നമുക്ക് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാണ്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇനി മുന്തിരിയുടെ ഫ്ലേവറിലുള്ള ലൈം ജ്യൂസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ചെറുനാരങ്ങയുടെ നീരും അതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയുടെ സിറപ്പും കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലാവശ്യത്തേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുനാരങ്ങയുടെ നീരും മുന്തിരി സിറപ്പും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ 10ാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത നിറത്തിലും ഫ്ലേവറിലുമുള്ള 10 ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.